ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ട ഞാൻ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് ഒരു 2-3 പച്ചമുളകും കൂടെ ചേർത്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പോളം കടല മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഒന്ന് മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ മുളപ്പിച്ചെടുത്ത കടല തന്നെ ചേർക്കണമൊന്നുമില്ല. എൻ്റെ കയ്യിൽ മുളപ്പിച്ചതുള്ളത് കൊണ്ട് ഞാൻ ചേർത്തതാണ്. അപ്പോൾ സാധാരണ കടല എടുത്ത് ഒരു 6 മണിക്കൂർ കുതിർത്ത് വെക്കുക, അല്ലെങ്കിൽ ഓവർനൈറ്റ് കുതിർത്തെടുത്തതോ ആവാം. ഇനി അതിലേക്ക് അത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒരു 4 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണേ. കടലയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് അടുപ്പത്തേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഞാൻ സാധാരണ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു സവാളൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കൂട്ടണ്ട, അപ്പോൾ ഒരുപാട് എരിവായി പോവും. ഇനി വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. അപ്പോൾ ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പം നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരുപാട് കളറൊന്നും മാറണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ അതാണ്ട് സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം വരെയാണ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ചധികം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഇലകളുടെ ഒരു പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ദാണ്ട ആ ഇലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് എല്ലാം കൂടെ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അവിടെ നിന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ നമ്മളിവിടെ കുക്കറിൽ വെച്ചിരുന്ന ഐറ്റമൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് പോയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കടലയും നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കടലയും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ നല്ല പോലെ ഒന്നിങ്ങനെ അമിങ്ങി വരണം. ഈ ഒരു പരുവം വരെയാണ് കേട്ടോ ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇത് അവിടെ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇതൊന്ന് എല്ലാം തണുത്ത് വരുമ്പോഴേക്കും ഒരു മിക്സഡ് ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം സവാളയുടെ ഒക്കെ ഒരു മിക്സ് ഉണ്ടാക്കിയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടലയും കൂടെ നമ്മൾ വേവിച്ചെടുത്ത കടലയുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് തണുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കടലയൊക്കെ ഇത് മിക്സിയിൽ അരയ്ക്കുമ്പോഴത്തേനും എല്ലായിടത്തും പല ഭാഗത്തായിട്ട് ചിതറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല തണുത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ഈ കടല വേവിച്ച വെള്ളം കുറച്ചങ്ങോട്ട് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ വെള്ളം അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് ആ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ആദ്യം ചേർത്ത് നമുക്ക് അരച്ച് നോക്കാം. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്താൽ മതി. അപ്പം ഇനി നമുക്ക് ഇത് നല്ല പോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാണ്ട് ഞാനത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ വേണം ഒന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ അതാണ്ട് ഇതുപോലെയാണ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം, താളിപ്പൊന്നും ഇല്ലാതെ കഴിക്കാം. പക്ഷേ ഒരു താളിപ്പും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അതാണ്ട് ഈ ഒരു പരുവത്തിനാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു കുഞ്ഞ് താളിപ്പും കൂടെ നമുക്കൊന്ന് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. സാധാരണ ഞാൻ ചട്നിക്കൊന്നും അങ്ങനെ താളിപ്പ് ഉപയോഗിക്കാറില്ല. ഇപ്പം എണ്ണയൊക്കെ കുറയ്ക്കുന്നത് കൊണ്ട്. പക്ഷേ ഇതിന് ഞാൻ ഒരു താളിപ്പും കൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു വറ്റൽമുളകും കൂടെ കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടലയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു കുറുകിയ പരുവത്തിനായിരിക്കും ഇതിരിക്കുന്നത്. കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വെള്ളത്തിൻ്റെ അത് കറിയുടെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കൂട്ടുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ചും കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ മിക്സ് ആക്കുന്നുണ്ട്. എനിക്ക് ദോശേൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കറി കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സാക്കി ഈ ഒരു സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് നല്ല പോലെ കറി ഒന്ന് തിളച്ച്, അതായത് ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതിനി ഒന്ന് തിളക്കട്ടെ അവിടെ കിടന്ന്. ഒരു വട്ടം ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇപ്പോൾ ദാണ്ട നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫാക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടല ചട്നിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. തേങ്ങയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല കുറുകിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. അപ്പോൾ കടലയൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു ചട്നിയൊക്കെ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കണ്ടോ, കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നില്ലേ? നല്ലൊരു കറിയാണ്. ഇനി നമുക്കിത് ചൂടോടെ ദോശയുടെ കൂടെ അങ്ങോട്ട് ഒഴിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ചട്നി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.